അദ്ദേഹത്തെ മഹാനായ ഹെരോദോസ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സുപ്രധാനമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. രണ്ടാം യെരുശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ഈ മഹാനായ ഹെരോദോസിലൂടെയാണ് പൂർണ്ണമായി തീർന്നത്. അതുകൊണ്ട് മഹാനായ ഹെരോദോസ് എന്ന് വിളിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നയചാതുര്യങ്ങളുമാണ് ചരിത്രത്തിൽ എപ്പോഴും സ്മരിക്കപ്പെടുന്നത്. റോമൻ സെനറ്റ് ആയിരുന്നു മഹാനായ ഹെറോദേസിനെ യഹൂദിയുടെ രാജാവായി പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ സെനറ്റിന്റെ പൂർണ്ണ അധികാരം, പൂർണ്ണ സംരക്ഷണം ഈ ഹെറോദോസിനുണ്ടായിരുന്നു. കർത്താവ് രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനെ നശിപ്പിക്കാൻ